കേരളത്തിൽ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ സമരം നടന്നിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രകൃതി സ്നേഹികളായ ആളുകളുടെ നേതൃത്വത്തിൽ സമരം നടന്നിട്ടുണ്ട്. ഈ സ്ഥല ഉടമകളുടെ നഷ്ടപ്പെട്ടു പോകുന്ന 2 സെന്റ് 3 സെന്റ് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ നേതൃത്വത്തിൽ സമരം നടന്നിട്ടുണ്ട്. അന്ന് ആ സമരത്തിന് പലപ്പോഴും പലയിടങ്ങളിലും CPM-ന്റെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ഭരണത്തിലേറിയപ്പോൾ ആ പിന്തുണയൊക്കെ മാറുകയും സ്ഥലം ഏറ്റെടുത്തപ്പോൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ്, ഞങ്ങളുടെ നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പനവേൽ കന്യാകുമാരി ദേശീയപാതയെ സർക്കാർ അവതരിപ്പിക്കുന്നത്. നിലപാട് മാറ്റത്തിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. അത് മാത്രമല്ല, പണ്ട് എക്സ്പ്രസ് ഹൈവേക്കെതിരെ നടത്തിയ സമരവും കേരളം ഓർക്കുന്നുണ്ട്. ഈ നിലപാട് മാറ്റം കൊണ്ട് CPM എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അത് CPM-നെ എതിർക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിന്റെ മെറിറ്റ് നോക്കി എതിർക്കുന്ന ആളുകൾ വികസന വിരോധികളും, ഭരണം മാറി വരുമ്പോൾ നിലപാടെടുക്കുന്ന ആളുകൾ വികസനം നടത്തുന്ന ആളുകളും എന്ന സന്ദേശം CPM നൽകുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ദേശീയപാതയുടെ വിഷയം മാത്രം എടുക്കാം. ഞാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ ചെയർമാനായിരുന്നു സ്റ്റേറ്റ്. ദേശീയപാത സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കണം? അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്ത ഒന്ന് ടോളാണ്. വരും ടോൾ വരും. രണ്ടാമത്, ദേശീയപാതയുടെ DPR വന്നപ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ വലിയ ചതിയുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. 2-3 കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ അലൈൻമെന്റ് പലപ്പോഴും കടന്നു പോകുന്നത് നെൽവയൽ തണ്ണീർത്തടം പോലുള്ള സ്ഥലങ്ങളിലാണ്. 2, മതിൽ പോലെ 2 വശത്തും കെട്ടിയ ദേശീയപാത മണ്ണ് നിറച്ച് ഇടുകയാണ്. അങ്ങനെ ഇടുമ്പോൾ പ്രത്യേകിച്ചും ഈ മണ്ണ് താഴേക്ക് പോവുകയും ദേശീയപാതയ്ക്ക് വിള്ളൽ ഉണ്ടാവുകയും ചെയ്യും. അതൊരു പാരിസ്ഥിതികമായ പ്രശ്നമാണ്. അതാണ് കീഴാറ്റൂരൊക്കെ നമ്മൾ കണ്ടത്. കാരണം കീഴാറ്റൂരും ഇരിക്കും, ദേശീയപാത ഇരിക്കും. ഈ ഗവൺമെന്റ് ഉണ്ടാവും, വേറെ ഗവൺമെന്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ആ പല സ്ഥലത്തും ഇരുന്നല്ലോ. മലപ്പുറത്തിരുന്നു, കൊല്ലത്തിരുന്നു, ഇടിഞ്ഞു വീഴുകയാണ് ദേശീയപാത. 200 സ്ഥലങ്ങളിൽ ദേശീയപാത പ്രശ്നമുണ്ട് എന്ന് പാർലമെന്റിൽ മറുപടി കൊടുക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ? നമ്മൾ ആവശ്യപ്പെട്ടത് ദേശീയപാത ഇങ്ങനെയല്ല നിർമ്മിക്കേണ്ടത്. കേരളം പോലൊരു സ്ഥലത്ത് 30 മീറ്റർ ഏറ്റെടുത്തിട്ടുണ്ട്. ആ 30 മീറ്ററിന് മീതെ തൂണിട്ട് 4 വരി മുകളിൽ കൂടി എടുക്കുക. നമ്മൾ മെട്രോ ചെയ്യുന്ന പോലെ 4 വരി ദേശീയപാത. ഇപ്പൊ തൂണിൽ ദേശീയപാത പല സ്ഥലത്തും ഉണ്ടല്ലോ, ഫ്ലൈ ഓവർ. 4 വരി ദേശീയപാത കൊടുക്കുക, താഴെ 4 വരി കൊടുക്കുക. അപ്പൊ എന്താ ഗുണം? ടോള് കൊടുത്തു പോകുന്നവൻ വേഗത്തിൽ പോകുന്നവൻ മുകളിൽ കൂടെ പോകും, താഴെ കൂടി മര്യാദയ്ക്ക് പോകാം. പക്ഷെ ഇപ്പൊ സ്ഥിതി എന്താ? ഇപ്പൊ ഒന്നാമത് ഈ 2 മതിൽ അങ്ങ് പണിതോടുകൂടി, ഈ മതിൽ പണിതോടുകൂടി കേരളത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഇപ്പൊ അന്നും പറഞ്ഞതാണ്, ഈ വെള്ളം മുഴുവൻ താഴേക്ക് പോകും. കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട് ഈ ദേശീയപാതയുടെ ഇതുകൊണ്ട് മാത്രം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് നെൽവയൽ തണ്ണീർത്തടത്തിൽ വരുമ്പോൾ അതിന്റെ നാശമൊന്ന്, ഇതിന്റെ ഉറപ്പ് സംബന്ധിച്ച നാശമൊന്ന്. ഇതിനേക്കാളൊക്കെ വലിയ സാമൂഹ്യ ആഘാതമുണ്ട്. ഈ ദേശീയപാത നിലവിലുള്ള ദേശീയപാതയാണ്. ഇതിന്റെ 2 വശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുക. 2 വശത്ത് തിങ്ങിപ്പാർക്കുന്നവരും ഇപ്പുറത്ത് താമസിക്കുന്നവർക്ക് അന്ന് കളിയാക്കി. എക്സ്പ്രസ് ഹൈവേ വന്നപ്പോ ഒരു കളിയാക്കി പറഞ്ഞത് ഗോപാലിന്റെ പശുവിനെ ഇപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല, ഇപ്പുറത്ത് കെട്ടില്ല. ഇപ്പൊ അതല്ല സ്ഥിതി. ഇപ്പൊ ഇപ്പുറത്തുള്ള ഒരു വീട്ടുകാരൻ, അയാളുടെ അനിയൻ ഇപ്പുറത്താണെങ്കിൽ കാണാൻ പറ്റില്ല, ഒരുപാട് വളഞ്ഞ് പോണം. 2, ഈ സ്കൂൾ ഇപ്പുറത്ത്, ആശുപത്രി ഇപ്പുറത്ത്, പോസ്റ്റ് ഓഫീസ് ഇപ്പുറത്ത്, അമ്പലപ്പുറത്ത്, പള്ളിപ്പുറത്ത്. ഈ ആളുകൾക്കൊക്കെ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും അവരുടെ യാത്ര ഇതിലേ പോകണം. എന്നാൽ ദേശീയപാത ഒന്നുകൊണ്ട് എത്താൻ വേണ്ടിയേ 30% വാഹനങ്ങളെ മുകളിൽ കൂടി പോകും. എന്താ കാര്യം? സ്കൂട്ടർ പറ്റില്ല, 3 വീലർ ഓട്ടോറിക്ഷ പറ്റില്ല, പിന്നെ ലോക്കൽ ബസ് പോയില്ല. ലോക്കൽ ബസ്സിന് ഇങ്ങനെ പോകാൻ പറ്റും, അതിന് മുകളിൽ കൂടെ പോയി താഴെ സ്റ്റേറ്റ് റോഡൊക്കെ ഉണ്ട്. അപ്പൊ ലോക്കൽ ബസ്സിന് പോകാൻ പറ്റില്ല, മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല, സാധാരണ മനുഷ്യന്റെ യാത്രയ്ക്ക് പോകാൻ പറ്റില്ല. അവരിങ്ങനെ ചുറ്റി വളഞ്ഞു പോകണം ഇതിനു വേണ്ടി. മാത്രമല്ല, ചെറിയ സർവീസ് റോഡ്, നമ്മളന്ന് 4 വരി സർവീസ് റോഡിനും താഴെ എന്ന് പറയും. എന്താ കാര്യം? 4 വരിയിട്ട് താഴെയുള്ള ട്രാഫിക് സുഖമായിട്ട് പോകും. മുകളിലുള്ളൊരു വേഗം പൊക്കോട്ടെ, ആർക്കും ഒരു നമ്മളിപ്പോ വേഗം ആള് പോകുന്നതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷെ ബാക്കിയുള്ളവർ പോലെ തടസ്സപ്പെടുത്തിയിട്ടാവും. അതാണ് ഇപ്പോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് അദ്ദേഹം VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും മനസ്സിലായി ഇതിങ്ങനെയാ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഇത്രയധികം ഭൂമി ഏറ്റെടുക്കൽ, കേരളത്തിൽ ഭൂമി ഇല്ല, അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ചെലവ് ഏറ്റവും കൂടുതൽ വന്നത് എന്തിനാ? ഭൂമി ഏറ്റെടുക്കാൻ. സർക്കാരിന്റെ ചെലവിൽ പെടലിലേക്ക് വരികയും ചെയ്തു, അതിന്റെ 1% കേരളം കൊടുക്കുകയും ചെയ്തു. നേരെ മറിച്ച് ഈ 30 മീറ്ററിൽ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ താഴെ കൂടി വണ്ടി പോവും, മുകളിൽ കൂടി പോവും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമില്ല, നെൽവയൽ തണ്ണീർത്തടത്തിന്റെ പ്രശ്നമില്ല. കാരണം നെൽവയലിൽ കൂടിയാണ് പോണെങ്കിലും നമ്മൾ കീഴാറ്റൂർ അവസാനം വരെ വാദിച്ചതാ, നിങ്ങൾ തൂണിൽ കൊണ്ടുപോകും. കീഴാറ്റൂർ തൂണിൽ കൊണ്ടുപോയെങ്കിൽ ഇത്രയും കുഴപ്പമില്ല, വെള്ളം നീരൊഴുക്ക് തടസ്സപ്പെട്ടില്ല. അപ്പൊ നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ ഭൂമി താഴേക്ക് പോകും. കേരളത്തിൽ അതിവർഷം എപ്പോ വേണി ഉണ്ടാവാം. മേധാ പട്കർ അടക്കം ഞങ്ങൾ വന്നിട്ട് 2018 മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിർദ്ദേശം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇനി ചർച്ചയില്ല. മേധാ പട്കർ അവസാനം പിണങ്ങിയാൽ പോയത്. കാരണം ഇനി ഞങ്ങൾക്ക് ചർച്ചയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാണണമെന്ന് പറഞ്ഞപ്പോ എന്താ കാണാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പ്രശ്നം ടോള് വലിയ കുഴപ്പമില്ല, വേഗം കുറച്ചല്ലേ ഉള്ളൂ. അവസാനം ടോളിനെതിരെ ഞാൻ നിരാഹാരം ഇരുന്ന
പാലിയേക്കര. നിരാഹാരം ഇരുന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ടോൾ നിർത്തിവെപ്പിച്ചു കുറെ കാലം. പിന്നെ എല്ലാവരും കൂടി അത് പുനഃസ്ഥാപിച്ചു. പക്ഷെ ഇപ്പോഴും നിങ്ങൾ നോക്കൂ, എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെയുള്ള റോഡ് സിമ്പിളാണ്, ടോൾ കൊടുക്കുന്ന റോഡാണ്. 100-120 രൂപ ഒരു കാറിന് ഇവിടെ കൊടുക്കണം പാലിയേക്കര. എത്ര മണിക്കൂർ എടുക്കും? ഇപ്പോഴും റോഡിന്റെ പണി തീർന്നിട്ടില്ല. 2011 കഴിഞ്ഞ റോഡ്, ടോൾ തിരിച്ചു തുടങ്ങിയ റോഡ്, ഇപ്പോഴും റോഡിന്റെ പണി തീർന്നിട്ടില്ല. 2 മണിക്കൂർ എടുക്കും മണ്ണുത്തി എത്താൻ. ഇപ്പോഴും അവിടെ കുഴി, ഇവിടെ കുഴി, അവിടെ ഇടിഞ്ഞു വീണു, അവിടെ ഇടിഞ്ഞു വീണു, ഇവിടെ മേൽപ്പാല. അപ്പൊ നേരെ മറിച്ചത് മൊത്തം മേൽപ്പാലായിരുന്നെങ്കിലും മൊത്തം പക്ഷേ അവിടെയാണ് അതിലെ ചതി വന്നത്. ആ ചതി എന്താണെന്നറിയോ? മേൽപ്പാലമായാൽ താഴെ കൂടി ആളുകൾ പോകും, ടോള് കിട്ടില്ല. മനസ്സിലായ? ആളുകൾ ഇപ്പൊ ടോൾ കൊടുക്കേണ്ടതുകൊണ്ട് താഴെ കൂടി പോയിക്കോളേ. ഇത്തിരി തിരക്ക് കൂടിയാൽ എനിക്ക് പതുക്കെ എത്തിയാൽ നീ പോലെ. അത് പറ്റില്ല. ടോൾ കമ്പനിക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനയായിരുന്നു. ഇപ്പൊ പാലിയേക്കര പണിക്ക് അവർ ചെലവാക്കിയെന്ന് അവര് പറയുന്ന തുകയുടെ 5 ഇരട്ടിയായിട്ട് അവർ പിരിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ മുടക്കിയതിന്റെ 5 ഇരട്ടി 10 വർഷം കൊണ്ട് ലാഭം കിട്ടുന്ന ഏത് 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 ബിസിനസ് ഉണ്ട് ഈ രാജ്യത്ത്? എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു കൊടുക്കും. VM സുധീരനാണ് അന്ന് പറഞ്ഞത്. സുധീരൻ അതാണ് ആറന്മുള സമരത്തിലും ഈ സമരത്തിലൊക്കെ സുധീരൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ സുധീരൻ നമ്മുടെ കൂടെ സമരത്തിലുണ്ടായിരുന്നു, ആറന്മുള അടക്കം. ഞാൻ പറഞ്ഞു വന്നത് അത് മര്യാദയാണ്. ആ വിഷയം, ടോളിന്റെ വിഷയത്തിൽ അവസാനം എന്താ പറ്റി? ഡിവൈഎഫ്ഐക്കാരൊക്കെ ഒന്ന് വിളിക്കും, ടോൾ കുറയ്ക്കൂ സർക്കാർ. എവിടെ ടോൾ കുറയ്ക്കും? ദേശീയ ടോൾ നിയമം അനുസരിച്ച് പിരിക്കണമെങ്കിൽ ടോൾ നാഷണൽ ലെവലിൽ തീരുമാനിക്കുന്നതാണ്. 1 കിലോമീറ്റർ ലോറിക്ക് ഇത്ര, ബസ്സിന് ഇത്ര, കാറിന് ഇത്ര എന്ന് അവർ തീരുമാനിക്കുന്ന. ഇനിയിപ്പോ സംഭവിക്കാൻ പോണത് പല സ്ഥലങ്ങളിലും ആളുകൾ സമരത്തിലായി, കടക്കാൻ പറ്റാത്തതുകൊണ്ട്. വിചിത്രമായ ഒരു സമരം ഞാൻ കണ്ടത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഇങ്ങനെ 2 വശത്തും കെട്ടി ഉണ്ടാക്കി. എന്നിട്ട് അവസാനം ഒരു ചെറിയ ഹോള് അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കാൻ കൊടുത്തു. എന്താ പ്രശ്നം എന്നറിയോ? മെഡിക്കൽ കോളേജിലേക്കാണ് ആംബുലൻസ് വരിക. ഒരു ആംബുലൻസ് അങ്ങോട്ട് പോയാൽ മറ്റേ ആംബുലൻസ് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്ത് നിന്ന് ആംബുലൻസ് വന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല. 2 സ്ഥലത്ത് വന്നാൽ അത് സ്റ്റക്കാവും. ഇനി ഒരു മഴ പെയ്താൽ ഒരു വണ്ടിയും പോവില്ല, കാരണം വെള്ളം നിറയും. അങ്ങനെയാണോ വേണ്ടത്? ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ ഇപ്പൊ അവര് സംബന്ധിച്ചാലും നമ്മളന്ന് ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം പാടം നികത്തിയാണ് ഉണ്ടാക്കിയത്, ചെങ്ങൽ തോടറച്ചാ ഉണ്ടാക്കിയത്. പെരിയാറിൽ വെള്ളം കൂടുതൽ പൊങ്ങിയാൽ വിമാനത്താവളം മുങ്ങും. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 3 പ്രാവശ്യം മുങ്ങി വിമാനത്താവളം. 2013 മുങ്ങി, 18 മുങ്ങി, 19 മുങ്ങി. ഇനി മഴ പെയ്യില്ലെന്ന് വല്ല ഉറപ്പുണ്ട്? അപ്പൊ അതാണ് പ്രശ്നം. ആ തോട് അടയ്ക്കാതെ വെള്ളത്തിന്റെ വഴി തിരിച്ചു വിടുന്നു. ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ പറയുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ അപകടകരമായ പ്രശ്നങ്ങളുണ്ട്, ദേശീയപാതയിൽ പ്രശ്നങ്ങളുണ്ട്. ദേശീയപാതയിൽ 200 സ്ഥലത്ത് ജനങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? ഇങ്ങനെയല്ല ദേശീയപാത പണിയേണ്ടത്. ഇത് പറഞ്ഞാൽ ഉടനെ നമ്മൾ ദേശീയപാത വിരുദ്ധനായി, പിണറായി വിജയന് വിരുദ്ധനായി, വേറെ ആൾക്ക് വിരുദ്ധനായി. ഇതേ കാര്യം എക്സ്പ്രസ് ഹൈവേയുടെ കാലത്ത് ഇവര് പറഞ്ഞപ്പോ അത് പരിസ്ഥിതി സംരക്ഷണമായി, സംഗതിയായി. അപ്പൊ ഇത് ഓരോ വിഷയത്തിലും നമുക്ക് കൃത്യമായ നിലപാടുണ്ട്. ഇനിയിപ്പോ നാളെ VD സതീശനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആരാന്നറിയില്ല, ആര് മുഖ്യമന്ത്രി ആയാലും എക്സ്പ്രസ് ഹൈവേ അതുപോലെയുള്ള സാധനം കൊണ്ടുവരുമെന്ന് വെച്ചാൽ നമ്മളെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, അത് കേരളത്തിന്റെ സംരക്ഷണത്തിനാണ്. കാലാവസ്ഥാ മാറ്റം വലിയ ദുരന്തമാണ്. കാലാവസ്ഥാ മാറ്റം പരിഗണിക്കാതെ ഇനി കേരളത്തിൽ ഒരു നിർമ്മാണവും നടത്തിക്കൂടാ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ കണ്ടതില്ലേ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരന്തം. ഇപ്പോ ചൂരൽമലയൊക്കെ ഒടുവുണ്ടായതാ. വേറെ ഇപ്പൊ ചൂരൽമലയിൽ കുറച്ച് വീട് വെച്ച് കൊടുത്തു എന്നാണ്. ഇവിടെ നിലമ്പൂർ പോയ ആളുകൾക്ക് വീട് ഇതുവരെ കിട്ടിയിട്ടില്ല, വിലങ്ങാട് കിട്ടിയിട്ടില്ല, പല സ്ഥലത്തും കിട്ടിയിട്ടൊന്നുമില്ല. ഇതിപ്പോ അങ്ങനെ ഒരു കുറച്ച് വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നു. അതന്നെ അതിൽ അഴിമതിയൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് എത്ര കാലം നമ്മളിങ്ങനെ വീട് വെച്ച് കൊടുത്തോണ്ടിരിക്കും? അടുത്തത് എവിടെയാ പൊട്ടുക? അടുത്ത് പൊട്ടിയാൽ എന്താ സംഭവിക്കുക? വീണ്ടും ഊരാളുകളുടെ പൈസ കിട്ടുന്നുള്ള ലാഭമാണ് നമുക്ക് ചെയ്യാം. പക്ഷെ അതല്ലല്ലോ ജനങ്ങളുടെ പ്രശ്നം, ഊരാളുകളല്ലല്ലോ ജനങ്ങളുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പാലങ്ങൾ ഉണ്ടാവണം, റോഡുകൾ ഉണ്ടാവണം, വ്യവസായങ്ങൾ ഉണ്ടാവണം, തൊഴിലുണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവണം. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥ, പാരിസ്ഥിതിക അവസ്ഥ, ഭൂപ്രകൃതി, മഴ, ഇത് പരിഗണിച്ചല്ലാതെ കേരളത്തിൽ ഒരു കാര്യം ചെയ്താലും നിലനിൽക്കാൻ പാടില്ല. ആണ് പ്രശ്നം. ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കേരളത്തിലെ നിരവധിയായ വ്യവസായശാലകൾ, ചെറുകിട കച്ചവട സംരംഭങ്ങളൊക്കെ പൂട്ടിപ്പോയ ചരിത്രം കേരളത്തിലുണ്ട്. ഇത്തരം ഈ വ്യവസായശാലകൾക്കെതിരെയും അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങൾക്കെതിരെ സമരം നടത്തിയതിന്റെ ഒരു ക്രെഡിറ്റ്, ഇത് പൂട്ടിച്ചതിന്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാമത്തെ തൊഴിലാളി സംഘടന CITU ആണ്. മറ്റു തൊഴിലാളി സംഘടനകളൊക്കെ സമരം നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, താങ്കൾ ഓർക്കുന്നുണ്ടാവും ആന്തൂർ സാജന്റെ ആത്മഹത്യ.
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യ ചെയർപേഴ്സൺ ആയിരിക്കുന്ന നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമായിരുന്നു. ഇത്തരത്തിൽ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനവും തൊഴിലാളി സംഘടനകളും പറയുകയാണ്, ഞങ്ങളാണ് കേരളത്തിൽ വികസനം കൊണ്ടുവരുന്ന ആളുകൾ, ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ വികസന വിരോധികളാണ്, ഞങ്ങൾ എതിർക്കുന്ന ആളുകൾ വികസന വിരോധികളാണ്. ഇതിലൊരു യുക്തി എന്താണ്? ഒരു യുക്തിയില്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞാൻ ഇടുമ്പോൾ അത് ബർമുട, നിങ്ങൾ ഇടുമ്പോൾ കളസം, അത്രേ ഉള്ളൂ. ഞാൻ ഇടുമ്പോൾ ബർമുട, നിങ്ങൾ ഇടുമ്പോൾ കളസം, അത്രേ ഉള്ളൂ. അതിൽ വലിയ വ്യത്യാസമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവരിപ്പോൾ മൊത്തമായി കച്ചവടത്തിന്റെ ആളുകളെ, പാർട്ടിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. കച്ചവടത്തിന്റെ ആളുകളെ, അവർക്ക് പരിസ്ഥിതിയോ ജനങ്ങളോ സമൂഹമോ ഒന്നും വിഷയമല്ല. വികസനം എന്നൊരു സാധനം മുമ്പിൽ കൊണ്ടുവച്ചാൽ മതി. പക്ഷേ ഈ വികസനം ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്നതാണോ, ചരിത്രപരമായി നിലനിൽക്കുന്നതാണോ, ഇതിന്റെ ഭാവി എന്താണ്, അത്ര ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനമില്ല. മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങൾക്കും ഇടതുപക്ഷമാണ് കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് തിരികെ വരുന്നത്. 36 വർഷം തുടർച്ചയായി വിളിച്ച ബംഗാളിലുള്ള സഖാവ് ഇവിടെ പൊറോട്ട അടിക്കുക അല്ലേ? 36 വർഷം ഈ നേട്ടം കേരളത്തിൽ 10 വർഷം കൊണ്ട് നേട്ടമുണ്ട്. ഒരു 5 വർഷം കൊണ്ട് തന്നാൽ ഞങ്ങൾ സ്വർഗ്ഗമാക്കും എന്ന് പറഞ്ഞാൽ 36 വർഷം ഭരിച്ചൂടെ? അവിടുന്ന് പൊറോട്ട അടിക്കാൻ അങ്ങോട്ട് വരിക. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങടെ പോകാന്നറിയില്ല. ഇവിടെ കുറച്ചും കൂടി ഭരിച്ചത് ഇല്ലാണ്ടാക്കി എങ്ങടെ പോകാന്നറിയില്ല. അപ്പൊ പ്രശ്നം, കേരളത്തിന് നേട്ടമുണ്ട്. അത് CPM കൊണ്ടുവന്നതോ കോൺഗ്രസ് കൊണ്ടുവന്നതോ അല്ല. ചരിത്രപരമായി കേരളത്തിന് നേട്ടമുണ്ട്. ഇപ്പോ കുറഞ്ഞ ശിശുമരണ നിരക്ക്, എന്തൊരു വലിയ അത്ഭുതം. 1950 കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, തിരുവിതാംകൂർ പ്രത്യേകിച്ച്. അന്നുണ്ട് ലോകത്ത്. 1957 70കളിലാണ് കേരള വികസന മാതൃക വരുന്നത്. അന്ന് പിണറായി വിജയൻ കേരളത്തിൽ ഭരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇടതുപക്ഷം കുറച്ചു കാലം ഭരിച്ചിട്ടുള്ളൂ, CPM. ബാക്കിയൊക്കെ കുറേശ്ശെ പോലുള്ളൂ. പക്ഷെ അതല്ല, കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിലുണ്ടായ മുഴുവൻ നേട്ടങ്ങളും ഒരു വശത്തുണ്ട്. പക്ഷെ അതിനെ മുഴുവൻ തകർക്കുന്ന നയങ്ങളാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. കാരണം പാരിസ്ഥിതികമായി തകർച്ച വന്നാൽ ഈ സാമൂഹ്യ നേട്ടങ്ങൾ ഇല്ലാതാവും. കാരണം കേരളം ഇപ്പൊ രോഗാതുരതയിൽ ഏറ്റവും ഉയർന്ന സ്ഥലം, ചികിത്സാ ചെലവ് ഏറ്റവും കൂടിയ സ്ഥലം. ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ കേരളത്തിലുള്ള അതെ, കിഡ്നി രോഗികൾ. കേരളത്തിലാണ് കോവിഡ് രോഗികൾ 2ാം സ്ഥാനമാണ് കേരളത്തിന്. കണക്ക് മറച്ചു വെച്ച് കളിച്ചതാ. കോവിഡ് 2ാം സ്ഥാനം, കോവിഡ് മരണത്തിൽ 2ാം സ്ഥാനം കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ രോഗാതുരത ഏതിന് ഇപ്പൊ വന്നാലും, ഏത് വൈറസ് വന്നാലും ആദ്യം കേരളത്തിലെ വരും. എന്നിട്ട് നമ്മളിങ്ങനെ ബലം പിടിച്ചു നിന്നിട്ട് ഞങ്ങൾ അതിന് നേരിട്ടു എന്ന് പറയും. ബാക്കിയുള്ള അടുത്ത് എന്താ വരാത്തെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് വരുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇനി ഇപ്പൊ ഞാൻ ഇന്നലെ ഏറ്റവും തമാശ തോന്നിയത്, കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് വല്ലാതെ പറയുമ്പോൾ, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടോ 3 കുട്ടികൾ IAS-ന് റാങ്ക് കിട്ടിയ 3 കുട്ടികൾ. അപ്പൊ ശ്രീജ എന്ന് പറയുന്ന ആ കുട്ടി 53ാമത്തെ റാങ്ക് കിട്ടി. ആ കുട്ടി അടക്കം 3 പേര് ഞാൻ ഇന്നലെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഇന്റർവ്യൂ ചെയ്തു. അവരുടെ ന്യൂസ് ടൈമിൽ അതാണ് ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 3 പേരും ഡിഗ്രി പഠിച്ചത് കേരളത്തിലാണ്. 3 പേരും ഡിഗ്രി പഠിച്ചത് കേരളത്തിന് പുറത്താണ്. ഒരാള് മറ്റേ ശ്രീജ പഠിച്ചത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ, മറ്റേ ആൺകുട്ടി പഠിച്ചത് അരുൺ രാജു ജയ് അദ്ദേഹം പഠിച്ചത് ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ, 3ാമത്തെ കുട്ടി പഠിച്ചത് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്. എന്ന് പറഞ്ഞാൽ ഇവര് ഉന്നത വിദ്യാഭ്യാസം ഗംഭീരാക്കി എന്ന് പറയുന്ന ബിന്ദു അടക്കമുള്ള ആളുകൾ കേരളത്തിൽ ഡിഗ്രി പഠിച്ച് എന്താ IAS ഒന്നും കിട്ടാത്തത്? IAS ഒന്നും കിട്ടുന്നില്ല. കാരണം കുട്ടികളോടൊന്നും പോകണം. ഇവിടുത്തെ കുട്ടികളൊക്കെ സ്വല്പം മെറിറ്റുണ്ടെന്നുള്ള കുട്ടികളൊക്കെ ഡിഗ്രി പഠിക്കാൻ വിദേശത്തേക്ക് മാത്രമല്ല, ഡൽഹിക്കും മദ്രാസിലേക്കും ബാംഗ്ലൂർക്കും ഒക്കെ പോവാണ്. എന്താ കാര്യം? ഇവിടെ ഈ പറഞ്ഞ മാതിരി തരികട പരിപാടിയാണ്. കാരണം ഇപ്പോ മറ്റു പാർട്ടി സെക്രട്ടറിയുടെ മകളെ അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മറ്റേയാളുടെ പാർട്ടി നേതാവിന്റെ പെങ്ങളെ ഭാര്യയെ ഒക്കെ പ്രൊഫസറായിട്ട് നിയമിക്കും. വാഴക്കൊല എഴുതിയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടും. ഉന്നത വിദ്യാഭ്യാസം തകർത്ത് തരിപ്പണമാക്കി. എന്തേ മഹാരാജാസിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിച്ച കുട്ടികൾക്കൊന്നും IAS കിട്ടാത്തത്? നല്ല കോളേജുകളല്ലേ, എനിക്ക് വളരെ ബഹുമാനമുള്ള കോളേജാണ്. കേരളത്തിൽ വിദ്യാഭ്യാസം തകർത്ത് കളഞ്ഞു, നിലവാരം തകർന്നു കളഞ്ഞു. അപ്പൊ അല്പം ഗൗരവമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തു പോയി പഠിക്കണം എന്ന സ്ഥിതി വന്നു. ഇവിടെ ഇപ്പൊ കോളേജിൽ പഠിക്കാൻ കുട്ടികൾ പോലും ഇല്ല. പല കോഴ്സിനും കുട്ടികൾ, നല്ല കോളേജിൽ പോലും പഠിക്കാൻ കുട്ടികളില്ല. കാരണം കുട്ടികളൊക്കെ പുറത്തേക്ക് പോകുന്നു. ഇത് തടയാൻ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, കേരള വികസന മാതൃക എന്ന് വലിയ തോതിൽ വെക്കുന്നു. അപ്പൊ ചെറിയ കുട്ടികൾക്ക് പ്രശ്നമില്ല, കാരണം അവർ പോകാൻ തീരുമാനിച്ചവരെ. പക്ഷെ ഈ വയസ്സായ ആളുകൾ, ഈ വയസ്സായ ഒരു കേരളവും വരും. അതിനൊക്കെ നേരിടാൻ എന്തെങ്കിലും പദ്ധതി ഇവരുടെ ഇല്ല. ഈ വായ്ത്താരിയും മറ്റേ സർക്കാർ പണം ഉപയോഗിച്ചുള്ള വലിയ പരസ്യങ്ങളും ബഹളങ്ങളും കൊണ്ടൊന്നും ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. കാരണം മറ്റു പല വിഷയങ്ങളുണ്ടല്ലോ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ ഉണ്ടായ വലിയൊരു തകർച്ചയുണ്ട്. ആ തകർച്ച അഡ്രസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ VD സതീശനോട് എനിക്കുള്ള ഒരു ബഹുമാനം കൂടി പറയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, VD സതീശനും പോവും, പിണറായി വിജയനും പോവും, പക്ഷെ കേരളം ഉണ്ടാവണം എന്നാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കാലാവസ്ഥാ മാറ്റത്തെ പരിഗണിക്കാതെ കേരളത്തിൽ ഇനി ഒരു വികസന പദ്ധതിയും കൊണ്ടുവരാൻ പറ്റില്ല.
കാരണം കാലാവസ്ഥാ മാറ്റം കേരളത്തിന്റെ വികസനത്തെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇതൊരു ഭരണാധികാരി കാണണം. പിണറായി വിജയനായാലും വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും നാളെ വേറെ ആരായാലും ഇത് കാണണം. ഇത് കാണാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇവിടെ സമരങ്ങൾ ഉണ്ടാവും, ബഹളങ്ങൾ ഉണ്ടാവും, ജനങ്ങളുടെ ജീവിതം സർവൈവലിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഇപ്പൊ കുട്ടനാട്ടിലെ സമരം അല്ലെങ്കിൽ മണൽ വിരുദ്ധ സമരം ഇതൊക്കെ നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് കാണാതെ ഇനി ഒരു ഇഞ്ച് മുമ്പോട്ട് പോയാൽ CPM-ന് പറ്റില്ല. CPM-ന് നല്ല കേരളത്തിന് പറ്റില്ല. അത് കേരളീയർ മനസ്സിലാക്കിയാൽ അതിന് നല്ല ഗുണമുണ്ടാവും.